പത്തനംതിട്ട തണ്ണിത്തോട് ഏഴാം തലയിൽ വനത്തിനുള്ളിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. 58-കാരനായ ഏഴാം തല സ്വദേശി ദിലീപാണ് മരിച്ചത്. മരിച്ച ദിലീപിന്റെ കുടുംബത്തിനൊപ്പം സർക്കാരുണ്ടെന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച എംപിയുടെ നടപടി അപലപനീയമാണെന്നും KU ജനീഷ് കുമാർ MLA വ്യക്തമാക്കി. ദിലീപും സുഹൃത്ത് ഓമനക്കുട്ടനും ചേർന്നാണ് ബുധനാഴ്ച വൈകുന്നേരം കല്ലടയാറിൽ മീൻവല വിരിക്കാൻ പോയത്. ദിലീപാണ് വെള്ളത്തിലിറങ്ങി വല വിരിച്ചത്. ഈ സമയം അവിടേക്ക് കാട്ടാനക്കൂട്ടം എത്തിയപ്പോൾ ഓമനക്കുട്ടന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും വെള്ളത്തിലായിരുന്ന ദിലീപിന് അതിന് കഴിഞ്ഞില്ല. ഇവിടെ എല്ലാം ആന വരും. അന്ന് അതിൻ്റെ തലേന്ന് ഞങ്ങൾ പണിയും കഴിഞ്ഞു വന്ന് ഞങ്ങളുടെ കൂടെ പണി നിന്നിട്ടില്ല. ആറ്റി കുളിക്കാൻ പോയെന്ന് 9 ആനയെ കണ്ടായിരുന്നു. സംഭവത്തിൽ വനംവകുപ്പും പോലീസും കൃത്യമായ നടപടി സ്വീകരിച്ചുവെന്ന് ദിലീപിന്റെ മകൻ. അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ അവര് ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. ബോഡി എടുക്കാനും കൊണ്ടുപോകാനും ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു തന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ എല്ലാം നല്ലതായിരുന്നു. മരിച്ച ദിലീപിന്റെ കുടുംബത്തിന് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യുമെന്ന് KU ജനീഷ് കുമാർ MLA പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള എംപിയുടെ ഇടപെടലിനെയും MLA വിമർശിച്ചു. ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അക്രമവും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും പ്രദേശവാസികൾക്കും എല്ലാം സംഭവത്തെ സംബന്ധിച്ച് ബോധ്യവുമുണ്ട്. പക്ഷെ വരുന്നതെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന അങ്ങേയറ്റം അപഹാസ്യപരമായ നിലപാടാണ് ആന്റണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ സംഭവത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സമീപിച്ച ആന്റണിയുടെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.